വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ കേരളത്തിലെ തലവനാണല്ലോ, നമുക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് അടിച്ച ആളാണല്ലോ. അപ്പം നമുക്ക് വേണ്ടി നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിലുപരിയായിട്ട് അതിൽ കൂടുതൽ ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷ എന്ന് പറയണത് ഈ വഖഫ് ബോർഡ് നിയമം എടുത്തു നീക്കണം. ഞങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ല, 60 തുടങ്ങിയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമരങ്ങളുമാണ്. 60 എനിക്ക് 12 വയസ്സുള്ളൂ. ആ സമയത്ത് പോലും ഞാൻ 14 ദിവസം റിമാൻഡിൽ പോയ ആളാണ് ഇവിടുത്തെ പ്രശ്നത്തിന് വേണ്ടി. അപ്പോൾ ആ നാൾ തുടങ്ങി ഞങ്ങൾ ചെറിയ കൊച്ചുനാളിൽ തുടങ്ങി പോലീസും പട്ടാളവും ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടവും ഈ നാൾ വരെ ഞങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ വില കൊടുത്ത് ഈ ഭൂമി വാങ്ങണത്. അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ എന്നാലെങ്കിലും ഞങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചത് ചെയ്തു. ഇപ്പം അതിനേലും വലിയ പ്രതികൂട്ടിയല്ലേ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ഉണ്ടാകുന്ന ഒരു ചർച്ചയിൽ തീരുമാനമായില്ല എങ്കിൽ എന്താണ് അടുത്ത തീരുമാനം? ഇല്ലെങ്കിൽ അടുത്ത് സമരം തന്നെ തുടങ്ങും. സമരത്തിൻ്റെ ഗതി മാറും, ഭാവം മാറും. അത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾക്കിത് കിട്ടണവരെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂടി കരുതി ദൈവം ഇത് നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ, ഈ ഭൂമി ദൈവം നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് ഞങ്ങളുടെ തലമുറകൾക്ക് കൂടി ജീവിക്കാനുള്ള ഭൂമിയാണ്. ഞങ്ങളിവിടുന്ന് പോകില്ല. ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മരണം വരെ ഞങ്ങളിവിടെ മരിച്ചു വീണാലും ഞങ്ങൾ പോരാടും. അത്രയും വിയർപ്പല്ല, ഞങ്ങൾ രക്തം ചിന്തി എന്ന് പറഞ്ഞാൽ നേടിയെടുത്ത ഭൂമിയാണ്. അത്രക്കും പ്രയാസവും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂമി എടുത്തത്. ഇപ്പോഴും ഞങ്ങളുടെ ദാരിദ്ര്യം വിട്ടു മാറിയിട്ടില്ല. ഇപ്പോൾ ഈ അവസരത്തിൽ കടലിൽ പോയാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കടലിൽ പോകാതെ തന്നെ ഞങ്ങൾ വിശന്ന് നിന്നുകൊണ്ടാണെങ്കിലും ഈ പോരാട്ടം തുടരുന്നു. റീസർവേ എന്നൊരു തീരുമാനത്തിലേക്ക് എന്നത്തെ ചർച്ച എത്തുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കുമോ? റീസർവേ എന്നുള്ള തീരുമാനത്തിൽ റിസർവേ ഭൂമിയിലാണ് റിസോർട്ടുകളുള്ളത്. അപ്പോൾ റിസർവേ ഭൂമിയിൽ നിന്ന് റിസോർട്ടുകളെ അവർ കൈവശമാക്കുകയും ഞങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ചർച്ച വരണമെങ്കിൽ അത് ഞങ്ങൾ ആ തീരുമാനം അംഗീകരിക്കണമല്ല. ശാശ്വതമായ പരിഹാരം ഈ ഞങ്ങളുടെ ജന്മഭൂമി റിസോർട്ട് അടക്കം, അത് റിസോർട്ട് ഞങ്ങൾ വിറ്റ ഭൂമിയാണ്. അതിൻ്റെ മുന്നാധാരം ഞങ്ങളുടേത് തന്നെയാണ്. അപ്പോൾ അത് റിസോർട്ട് അടക്കം ഞങ്ങളുടെ ഈ ഭൂമി വിട്ട് കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ശാശ്വത പരിഹാരം. മേലാൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത വിധത്തിൽ കോടതിയിൽ നിന്ന് പോലും ഞങ്ങൾക്കെതിരായ കേസ് പിൻവലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കണം. റീസർവേ നടത്താനായി സർക്കാർ ഇന്നത്തെ ചർച്ചയിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യുമോ സമരസമിതി? സമരസമിതിയുടെ നേതാക്കന്മാരോട് ചോദിച്ചാലേ കറക്റ്റായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പാടുള്ളൂ. ഈ റീസർവേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇത് നീട്ടി പോകാനേ പറ്റുള്ളൂ. ഇത് 2-3 വർഷമായി ഞങ്ങൾ ഈ വഖഫിൻ്റെ ഈ പേരും പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചൊക്കെയാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ 610 വീട്ടുകാർക്കും ചെയ്യാൻ പറ്റണില്ല. ഞങ്ങളുടെ ഈ ആധാരം കയ്യിലിരിപ്പുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ മക്കളുടെ വിവാഹ ആവശ്യത്തിനോ ഒന്നിനും ഒരു കാര്യവും സാധിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ഞങ്ങളുടെ അലമാരയിൽ ഇരിക്കുന്നതല്ലാണ്ട് ഒരു ഗുണമുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ സർക്കാർ റീസർവേ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് അവർ പറയണതും കേട്ട് വഖഫുകാർ പറയണതും കേട്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം പ്രയാസം ഞങ്ങൾക്കുണ്ടാവും. അതനുസരിച്ച് ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാവം മാറ്റും. കാരണം കേരളത്തിലെ എല്ലാ കത്തോലിക്ക സഭയും അതുകൂടാണ്ട് ഈ ഹിന്ദുക്കളും ഞങ്ങളുടെ കൂടെ 10-200 ചില്ലാനും വീട്ടുകാരുണ്ട്. SNDP പോലുള്ള ആൾക്കാർ അവരൊക്കെ എല്ലാവരും സഹകരിപ്പിച്ചിട്ട് എല്ലാ വില്ലേജ് ഓഫീസുകളും തഹസിൽദാർ ഓഫീസുകളും എല്ലായിടത്തും പണിമുടക്കുന്ന വിധത്തിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം.